എറണാകുളം കേന്ദ്രീകരിച്ച് സീറോ മലബാർ സഭയിൽ നിന്നും കുറെ ആളുകളെ അടർത്തി മാറ്റി കൊണ്ടുപോവുക എന്നുള്ളത് ആസൂത്രിതമായ അജണ്ടകളുടെ ഭാഗമാണ്. അത്തരമൊരു നീക്കമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ളിൽ ചില വൈദികർ സ്പോൺസർ ചെയ്ത് രൂപീകരിച്ച അൽമായ മുന്നേറ്റം എന്ന സംഘടന. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ചരിത്രമായി മാറിയ അൽമായ സിനഡ് ചങ്ങനാശ്ശേരിക്കാരന്റെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത്. സീറോ മലബാർ സഭയുടെ സ്വത്വത്തിന് വേണ്ടി നിലപാട് എടുക്കുന്ന വലിയ ഒരു ഭൂപ്രദേശമാണ് ചങ്ങനാശ്ശേരി. മാർത്തോമ നസ്രാണി സഭയുടെ സ്വത്ത് സംരക്ഷണത്തിന് വേണ്ടി എക്കാലവും മുന്നിൽ നിൽക്കുന്ന പ്രദേശമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയും അതിരൂപതയുടെ സാമന്ത രൂപതകളും. എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സഭാവിരുദ്ധർക്ക് സീറോ മലബാർ സഭയുടെ പേര് ഉദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് ചങ്ങനാശ്ശേരിയെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ പൊതുസമൂഹത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നുമുള്ള ഒരു സഭാവിരുദ്ധനെ പങ്കെടുപ്പിച്ച് ചങ്ങനാശ്ശേരിക്കാരൻ എന്നുള്ള ലേബൽ കൊടുത്ത് അവതരിപ്പിച്ചത്. സീറോ മലബാർ സഭയുടെ സ്വത്വതയെ എക്കാലവും അവഗണിച്ചിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ രൂപീകരിക്കപ്പെട്ട അൽമായ മുന്നേറ്റം എറണാകുളം പോലെയുള്ള ഒരു വ്യാവസായിക നഗരത്തിലെ കത്തോലിക്ക സഭാ വിശ്വാസികളെ വരുത്തന്മാർ എന്ന് വിളിച്ചുകൊണ്ട് രൂപീകരിച്ച സംഘടനയ്ക്ക് നേതൃത്വം നൽകുവാൻ ചങ്ങനാശ്ശേരിക്കാരനെ തന്നെ ക്ഷണിക്കേണ്ടി വന്ന ഗതികേടിനെ എന്ത് പേരിട്ട് വിളിക്കണം? സീറോ മലബാർ സഭയ്ക്കുള്ളിൽ കലാപമുണ്ടാക്കി സഭയുടെ വളർച്ചയ്ക്ക് തുരങ്കം വെക്കുന്ന ശക്തികൾക്ക് സീറോ മലബാർ സഭയുടെ ഐഡന്റിറ്റി ലോകത്തിന് മുൻപിൽ വിശ്വസ്തത വരുത്താൻ ഒരു ചങ്ങനാശ്ശേരിക്കാരൻ തന്നെ വേണമെന്നുള്ള നിർബന്ധ ബുദ്ധി തന്നെയാണ് സീറോ മലബാർ സഭയ്ക്കുള്ളിൽ കലാപവാദികൾ പറയാതെ പറഞ്ഞു വെക്കുന്ന ചങ്ങനാശ്ശേരിയുടെ പ്രമാണിത്വം. സമൂഹത്തിലും സഭയ്ക്കുള്ളിലും എക്കാലവും പരിവർത്തനവാദികളും പുരോഗമനവാദികളും ഉണ്ടായിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലും സഭയ്ക്കുള്ളിൽ അത്തരം ചില ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതാനും ചിലർ സഭയ്ക്ക് പുറത്തു പോവുകയും ചിലർ സഭയ്ക്കുള്ളിൽ തന്നെ നിന്നുകൊണ്ട് അത്തരം പോരാട്ടങ്ങളും പ്രവർത്തനങ്ങളും നടത്താറുമുണ്ട്. അത്തരം പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കാലഘട്ടത്തിൽ സഭയ്ക്കുള്ളിൽ നിന്ന് പോരാടി സഭയുടെ സംവിധാനത്തിന് അപ്പുറത്തേക്ക് വളരുവാൻ പരിശ്രമിച്ച് സഭയുടെ സംവിധാനത്തിൽ ഉണ്ട് എന്ന് അത്തരം ആളുകൾ പറയുകയും ചെയ്ത കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാൻ പരാജയപ്പെട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് പുറത്തുപോയ കുറെ ആളുകളുടെ നേതാവായിരുന്നു ജോസഫ് പുലിക്കുന്നേൽ. എന്നാൽ ആ കാലഘട്ടത്തിൽ പുലിക്കുന്നന്റെ നിലപാടിന്റെ ഭാഗമായിരുന്നവർ പലരും സഭയ്ക്കൊപ്പം തുടരുകയും ചെയ്തിട്ടുമുണ്ട്. അന്ന് പുലിക്കുന്നൻ പുറത്തു പോയതുപോലെ സഭയുടെ സംവിധാനത്തെ ഏറെ പ്രത്യേകമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയുടെ ഭൗതിക സംവിധാനത്തെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് പുറത്തു പോകാൻ ശ്രമിക്കുന്ന ചിലരുടെ പ്രവർത്തനമാണ് ഇപ്പോൾ അൽമായ സിനഡിലെത്തി നിൽക്കുന്നത്. ഈ പ്രവർത്തനത്തിന് തുല്യം ചാർത്തുവാൻ അരങ്ങും അവസരവും ഒരുക്കി കൊടുക്കുന്നതും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സുന്നഹദോസ് വിരുദ്ധരായ ഒരു കൂട്ടം വൈദികർ തന്നെയാണ്. അവരുടെ നേതാവ് എന്നുള്ള നിലയിലാണ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഈ സഭാവിരുദ്ധ അൽമായ സിനഡിൽ പങ്കെടുത്തത്. മാർ ബോസ്കോ പുത്തൂർ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നപ്പോൾ രൂപീകരിച്ച കൂരിയായെ പിരിച്ചുവിടണമെന്നുള്ള നിലപാടെടുക്കുകയും അത് നടപ്പിലാക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ കൂട്ടുന്നതാണ് ചരിത്രവും. അൽമായ മുന്നേറ്റത്തിന്റെ സ്പോൺസർമാർ സഭയുടെ നേതൃത്വത്തിൽ തന്നെയാണ് വിലയിരുത്തിയാലും അത് അധികമാവില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വത്തുക്കൾ ഈ ട്രസ്റ്റിലേക്ക് വകമാറ്റുക എന്നത് മാത്രമാണ് അൽമായ മുന്നേറ്റ സഭാ വക്താക്കൾ നേതൃത്വം കൊടുത്ത സമരത്തിന്റെ പിന്നിലെ ചേതോവികാരം. ഭാരതത്തിലെ കത്തോലിക്ക സഭ ഇന്ന് ഏറെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർ സഭയുടെ സ്വത്തുവകകളിലേക്ക് കണ്ണുവെച്ചിരിക്കുന്ന അധികാരികൾക്ക് കടന്നു വരുവാൻ അവസരം ഒരുക്കി കൊടുക്കുവാൻ വഴിയൊരുക്കുന്ന ചർച്ച് ആക്ട് പോലെയുള്ള കരി നിയമങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തിരിക്കുന്ന പുലിക്കുന്നിനെ പോലെയുള്ള ആളുകളുടെ ഇന്നത്തെ രൂപമായി അൽമായ മുന്നേറ്റ സഭയുടെ സിനഡ് ചരിത്രമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സഭയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പും മാർ പാമ്പ്ലാനിയുമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അത്തരം നിലപാട് ഈ രാജ്യവിരുദ്ധ ദേശവിരുദ്ധ ശക്തികൾക്ക് വേണ്ടി എടുക്കേണ്ടി വരുന്നതിന് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചനയും ഏതോ ചില കൊടുക്കൽ വാങ്ങലുകളും ഉണ്ട് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കേണ്ടിയായിട്ടുണ്ട്.